മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിക്കുന്നതിന് വളരെ വലിയൊരു കഥയുണ്ട്. തൃശ്ശൂരിൻ്റെ ഐക്കണാണ് തൃശ്ശൂരിലെ 4 മഠങ്ങൾ. ഈ പറയുന്ന 4 മഠങ്ങൾ അത് ഏതൊക്കെയാണ്? ശങ്കരാചാര്യരുടെ ശിഷ്യരാൽ സ്ഥാപിക്കപ്പെട്ട 4 മഠങ്ങളുണ്ട് തൃശ്ശൂരിലെ. ഒന്ന് വടക്കേ മഠം, നടുവിൽ മഠം, എടയിൽ മഠം, തെക്കേ മഠം. തെക്കേ മഠം വടക്കേ മഠം നമുക്ക് ഫേമസ് ആണ്. ബാക്കി നടുവിൽ മഠം അതിനിടയിലുള്ള ഒരു സ്ഥലമാണ് നടുവിൽ മഠം. എടയിൽ മഠം ഉണ്ടായിരുന്നു. എടയിൽ മഠം മറ്റു മഠങ്ങളിൽ ലയിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ സ്വാമിയാര് മഠങ്ങളാണ്. സ്വാമിയാർ ശങ്കരാചാര്യരുടെ ശിഷ്യരായിട്ടുള്ള സ്വാമിയാരുമാരാണ് അവിടെയുള്ളത്. ഇതിൽ ഈ നടുവിൽ മഠത്തിൽ പഴയ കാലത്ത് നിരവധി സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. സ്വർണം കൊണ്ടുള്ള തലയെക്കെട്ട്, സ്വർണം കൊണ്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവമ്പാടി ഒരു ജനപദത്തിൻ്റെ നാട്ടുകാരുടെ ക്ഷേത്രമായതുകൊണ്ട് അവിടെ വളരെ കുറവ് സാമ്പത്തിക സ്ഥിതിയാണ് പഴയ കാലത്ത്. അപ്പോൾ നടുവിൽ മഠത്തിലെ സ്വാമിയാരോട് തിരുവമ്പാടിയുടെ ആനയെ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി സ്വർണ്ണത്തലയെക്കെട്ട് ചോദിക്കുകയാണ്. അപ്പോൾ സ്വർണ്ണത്തലയെക്കെട്ട് ചോദിച്ചപ്പോൾ സ്വാമിയാർ ഒരു നിർദ്ദേശം തിരിച്ചു വയ്ക്കുകയാണ്. നിങ്ങൾ ഭഗവതിയെ രാവിലെ എഴുന്നള്ളിച്ച് നടുവിൽ മഠത്തിലേക്ക് വരിക. നടുവിൽ മഠത്തിൽ വന്ന് അവിടെ ഉപചാരങ്ങൾക്കൊക്കെ ശേഷം ഇറക്കി പൂജ മറ്റ് ചടങ്ങുകൾക്കൊക്കെ ശേഷം അവിടെ നിന്നും എഴുന്നള്ളിച്ച് പോവാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. അതിനൊരു 150 കൊല്ലത്തെ പഴക്കേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.